ഇന്ന് ഈ വീഡിയോയിൽ പറയുന്ന എല്ലാ ജോലികളുടെയും ഡീറ്റെയിൽസ് എനിക്ക് ലഭിച്ചിട്ടുള്ളത് സോഷ്യൽ മീഡിയയിൽ നിന്നും പത്രപരസ്യങ്ങളിൽ നിന്നുമാണ്. അതുകൊണ്ട് തന്നെ ഇതിൽ പറയുന്ന ജോലികൾ നിങ്ങൾക്ക് നേടിത്തരാമെന്ന് പറഞ്ഞുകൊണ്ടോ അതല്ലെങ്കിൽ ഈ ജോലിക്ക് ആളുകളെ എത്തിച്ചു നൽകാമെന്ന് പറഞ്ഞുകൊണ്ടോ ഞാൻ ആരുടെയും കയ്യിൽ നിന്ന് പണമോ മറ്റു പാരിതോഷികങ്ങളോ സ്വീകരിച്ചിട്ടുള്ളതല്ല. അതോടൊപ്പം തന്നെ ഇതിൽ പറയുന്ന ജോലികൾ നിങ്ങൾക്ക് നേടിത്തരാമെന്ന് പറഞ്ഞ് ഏതെങ്കിലും കമ്പനികളോ ഏജൻസികളോ അല്ലെങ്കിൽ വ്യക്തികളോ നിങ്ങളെ സമീപിക്കുകയും അവരാവശ്യപ്പെടുന്ന പണം നിങ്ങൾ കൊടുക്കാൻ തയ്യാറാവുകയും ചെയ്യുന്ന പക്ഷം അതിൻ്റെ പിന്നിലെ എല്ലാ ഉത്തരവാദിത്തങ്ങളും നിങ്ങളിൽ മാത്രം നിക്ഷിപ്തമായിരിക്കും. ഈ വീഡിയോ ചെയ്തതിൻ്റെ പേരിൽ ഞാനോ എൻ്റെ ഈ ചാനലോ അതിന് യാതൊരു തരത്തിലും ഉത്തരവാദിത്തം വഹിക്കുന്നതല്ല. ഒപ്പം നിങ്ങളെ സമീപിക്കുന്ന ഏജൻസികൾ കേന്ദ്ര സർക്കാരിൻ്റെ സർട്ടിഫൈഡ് ആണെന്നുള്ളത് ഉറപ്പുവരുത്തേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. എൻ്റെ ഈ ചാനലിലൂടെ ഞാൻ ഒരിക്കലും പണം നൽകി ജോലി സമ്പാദിക്കുന്നതിനെ പ്രൊമോട്ട് ചെയ്യുന്നില്ല. ഗൈസ്, ഗുഡ് മോർണിംഗ്. ദാസനാണ്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇനി മുതൽക്ക് 15 മിനിറ്റും 20 മിനിറ്റുള്ള വീഡിയോകൾ മാക്സിമം ഞാൻ ചെയ്യുന്നുണ്ടാവില്ല. എല്ലാം ചെറിയ വീഡിയോകളായിട്ട് 5 മിനിറ്റും 7 മിനിറ്റുള്ള വീഡിയോകളായിട്ട് ചെയ്യാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം പലർക്കും ഒരു ബ്രേക്ക് ടൈമൊക്കെ കിട്ടുമ്പോഴായിരിക്കും നമ്മുടെ ഈ ചാനലൊക്കെ അവർ കയറി നോക്കുന്നുണ്ടാവുക. അപ്പോൾ അവർക്കത് മുഴുവനായിട്ട് കാണാൻ പറ്റുന്നില്ല എന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് വീഡിയോകൾ ചെറിയ ചെറിയ വീഡിയോകളായിട്ട് 2 വീഡിയോ ആയിട്ടും 3 വീഡിയോ ആയിട്ട് ഞാൻ ഇനി അപ്ലോഡ് ചെയ്യാനായിട്ട് മാക്സിമം ശ്രമിക്കുന്നതാണ്. അപ്പോൾ നിങ്ങളോട് എല്ലാവരോടും എനിക്കൊരു കാര്യം പറയാനുള്ളത്, എല്ലാവരും ഈ വീഡിയോയ്ക്ക് ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ചാനലിൽ പുതിയ ആളുകളാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അപ്പോൾ ചെയ്യുന്ന വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരും. അപ്പോൾ നമുക്ക് ഇനിയുള്ള ജോബിൻ്റെ ഡീറ്റെയിൽസ് നോക്കിയിട്ട് വരാം. അല്ല ഗൈസ്, നിങ്ങൾക്ക് അപ്പോൾ ഞാൻ ആദ്യമായിട്ട് കൊണ്ടുവന്നിട്ടുള്ള ജോബ് വേക്കൻസി ഒമാനിലുള്ള വളരെ പ്രശസ്തമായിട്ടുള്ളൊരു ഹൈപ്പർ മാർക്കറ്റിലേക്കാണ്. അപ്പോൾ അവിടേക്ക് ഏകദേശം 100ഓളം ഒഴിവുകളാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അതായത് ഒരു 50 സെയിൽസ്മാൻ്റെയും അതുപോലെ തന്നെ 25 പേർക്ക് സൂപ്പർവൈസറായിട്ടും 25 പേർക്ക് മാനേജറായിട്ടും അവർ തിരഞ്ഞെടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സെയിൽസ്മാൻ എന്നുള്ളൊരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യുന്നതിന് അവർ പറയുന്ന യോഗ്യതകൾ എന്ന് പറയുന്നത്, നിങ്ങളുടെ പ്രായപരിധി ഏകദേശം 21 വയസ്സിനും 30 വയസ്സിനും ഇടയിലായിരിക്കണം. അതുപോലെ തന്നെ നിങ്ങൾക്ക് FMCG അല്ലെങ്കിൽ ടെക്സ്റ്റൈൽ അങ്ങനെ ഹൈപ്പർ മാർക്കറ്റ് സൂപ്പർ മാർക്കറ്റ് മേഖലകളിലൊക്കെ വർക്ക് ചെയ്തിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അതിൻ്റേതായ മുൻഗണന ലഭിക്കുന്നതായിരിക്കും. അവർ നിങ്ങൾക്ക് സെയിൽസ്മാൻ എന്നുള്ള പോസ്റ്റിലേക്ക് സാലറി ആയിട്ട് പറയുന്നത് ഇന്ത്യൻ മണി 31,000 രൂപയാണ്. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് റൂം അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പോൾ ഇതിൻ്റെ ഇൻ്റർവ്യൂ നടക്കുന്നത് അടുത്ത ആഴ്ചയിലാണ്. സൂം ഇൻ്റർവ്യൂ ആയിരിക്കും ഉണ്ടായിരിക്കുക. അത് മാത്രമല്ല, നിങ്ങൾ ഇൻ്റർവ്യൂ പാസ്സാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ മാസം ജനുവരി മാസം അവസാനം തന്നെ അല്ലെങ്കിൽ ഫെബ്രുവരി മാസം ആദ്യത്തേതിൽ തന്നെ ഇവിടെ നിന്ന് പോകേണ്ടി വരും, ജോലിക്ക് ജോയിൻ ചെയ്യേണ്ടതായിട്ട് വരുമെന്ന് അവർ പ്രത്യേകം പറയുന്നുണ്ട്. ഏകദേശം 50ഓളം പേരെയാണ് അവർ സെയിൽസ്മാൻ എന്നുള്ള പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യുന്നതിന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ജോലിക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ മല്ലു ഫ്രം സൗദി എന്നുള്ള എൻ്റെ ഇൻസ്റ്റാഗ്രാം ID ഫോളോ ചെയ്ത ശേഷം എനിക്ക് മെസ്സേജ് അയച്ചാൽ ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അയച്ചു തരുന്നതാണ്. അപ്പോൾ ഇനി രണ്ടാമത്തെ ഒരു പോസ്റ്റ് എന്ന് പറയുന്നത് സൂപ്പർവൈസറുടെ ഒരു പോസ്റ്റാണ്. സൂപ്പർവൈസറുടെ പോസ്റ്റിലേക്ക് അവർ 25 പേരാണ് തിരഞ്ഞെടുക്കുന്നത്. അപ്പോൾ ആ ഒരു സൂപ്പർവൈസർ എന്നുള്ള പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യുന്നതിന് അവർ പറയുന്നത്, നിങ്ങൾക്ക് പ്രായപരിധി 21 വയസ്സിനും 30 വയസ്സിനും ഇടയിലായിരിക്കണം പ്രായം. അതോടൊപ്പം തന്നെ നിങ്ങളുടെ എക്സ്പീരിയൻസ് ഹൈപ്പർ മാർക്കറ്റ് സൂപ്പർ മാർക്കറ്റ് എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം എന്നവർ പറയുന്നുണ്ട്. സാലറി പ്രത്യേകിച്ച് അവർ മെൻഷൻ ചെയ്തിട്ടില്ല. കാരണം നിങ്ങളുടെ CV ഒക്കെ ചെക്ക് ചെയ്ത് നിങ്ങളുടെ എക്സ്പീരിയൻസ് ഒക്കെ നോക്കിയതിന് ശേഷം നിങ്ങളുടെ ഇൻ്റർവ്യൂവിലെ പെർഫോമൻസ് ഒക്കെ നോക്കിയതിന് ശേഷമായിരിക്കും അവർ സാലറി തീരുമാനിക്കുന്നത്. അടുത്ത മൂന്നാമത്തെ കാറ്റഗറി എന്ന് പറയുന്നത് മാനേജറുടെ കാറ്റഗറിയിലേക്കാണ്. 25 പേർക്കുള്ള ഒഴിവുകളാണ് മാനേജർ പോസ്റ്റിലേക്ക് അവർ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ ഒരു ജോലിക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ ആഗ്രഹമുണ്ടെന്നുണ്ടെങ്കിൽ അവർ പറയുന്നത്, നിങ്ങളുടെ പ്രായപരിധി 23 വയസ്സിനും 38 വയസ്സിനും ഇടയിലായിരിക്കണം. അതോടൊപ്പം നിങ്ങൾക്ക് ഹൈപ്പർ മാർക്കറ്റ് സൂപ്പർ മാർക്കറ്റ് മേഖലകളിൽ മാനേജർ അല്ലെങ്കിൽ അസിസ്റ്റൻറ്റ് മാനേജർ എന്നുള്ള പോസ്റ്റിലൊക്കെ വർക്ക് ചെയ്തിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണമെന്ന് അവർ ആവശ്യപ്പെടുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു 3 കാറ്റഗറിയിലേക്കാണ് അവർ ആളുകളെ ആവശ്യപ്പെടുന്നത്. 100ഓളം ഒഴിവുകളാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. സൂ ഇൻ്റർവ്യൂ ആയിരിക്കും ഉണ്ടായിരിക്കുക. നെക്സ്റ്റ് വീക്കിലായിരിക്കും ഇൻ്റർവ്യൂ ഉണ്ടായിരിക്കുക. അപ്പോൾ നിങ്ങൾ ഇൻ്റർവ്യൂ പാസ്സാണെന്നുണ്ടെങ്കിൽ ഈ മാസം ലാസ്റ്റ് അല്ലെങ്കിൽ അടുത്ത മാസം ആദ്യത്തിൽ നിങ്ങൾക്ക് പോകാൻ പറ്റും. അതുപോലെ തന്നെ സെയിൽസ്മാൻ എന്നുള്ള പോസ്റ്റിൽ നിങ്ങൾ പാസ്സാവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പെർഫോമൻസ് ഒക്കെ അനുസരിച്ച് നിങ്ങൾക്ക് ഈ പറഞ്ഞ സാലറി അല്ല, ഇൻസെൻറ്റീവും അതുപോലെ തന്നെ നിങ്ങൾക്ക് ജോലിയിൽ ശമ്പള വർധനവൊക്കെ കിട്ടുമെന്ന് അവർ പ്രത്യേകം പറയുന്നുണ്ട്. ഓക്കെ ഗൈസ്, അപ്പോൾ ഈ ഒരു ജോലിക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ താല്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാം ID ആയിട്ടുള്ള മല്ലു ഫ്രം സൗദി ഫോളോ ചെയ്ത ശേഷം എനിക്ക് മെസ്സേജ് അയച്ചാൽ ഞാനതിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അയച്ചു തരുന്നതാണ്. ഓക്കെ ഗൈസ്, അപ്പോൾ ഇനി അടുത്തൊരു ജോബ് വേക്കൻസി എവിടെ നിന്നാണ് റിപ്പോർട്ട് ചെയ്യുന്നത് നോക്കാം. ഗൈസ്, അപ്പോൾ നിങ്ങൾക്ക് വേണ്ടി ഞാൻ അടുത്തത് കൊണ്ടുവന്നിട്ടുള്ളത് ദുബായിലെ ഒരു മാർക്കറ്റിംഗ് കമ്പനിയിലേക്ക് ക്രെഡിറ്റ് കാർഡ് സെയിൽസ് എക്സിക്യൂട്ടീവിൻ്റെ ഒരു പോസ്റ്റ് ഒഴിവ് വന്നിട്ടുണ്ട്. ഏകദേശം 20ഓളം ഒഴിവുകളാണ് അവർ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ ജോലിക്ക് അവർ പറയുന്ന യോഗ്യതകൾ എന്ന് പറയുന്നത്, നിങ്ങളുടെ പ്രായപരിധി 21 വയസ്സിനും 35 വയസ്സിനും ഇടയിലായിരിക്കണം എന്നുള്ളതാണ് ഒന്നാമത്തെ ഒരു കാര്യമായിട്ട് അവർ പറയുന്നത്. രണ്ടാമത്തെ ഒരു കാര്യമായിട്ട് പറയുന്നത്, നിങ്ങളുടെ വിദ്യാഭ്യാസ യോഗ്യത മിനിമം ഡിഗ്രി ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകളെങ്കിലും ആയിരിക്കണം എന്നുള്ളതാണ്. മൂന്നാമത്തെ ഒരു കാര്യമായിട്ട് പറയുന്നത്, നിങ്ങൾക്ക് അത്യാവശ്യം നല്ല രീതിയിൽ ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ, അതായത് ഇംഗ്ലീഷ് സംസാരിക്കാനായിട്ട് അറിയണം. നാലാമത്തെ ഒരു കാര്യം, നിങ്ങൾ ഈ ടാർഗറ്റ് ബേസ്ഡ് ആയിട്ടുള്ള ജോലി ചെയ്തിട്ടുള്ള ഒരു വർഷത്തെ കുറയാത്തൊരു എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. അഞ്ചാമത്തെ ഒരു കാര്യം, 9 മണിക്കൂറായിരിക്കും നിങ്ങളുടെ ഡ്യൂട്ടി ടൈം.
ഈ 5 കാര്യങ്ങളാണ് അവർ മെയിനായിട്ട് പറയുന്നത്. ഒന്നാമത്തെ ഒരു കാര്യം, നിങ്ങളുടെ പ്രായപരിധി 21 വയസ്സിനും 35 വയസ്സിനും ഇടയിലായിരിക്കണം. രണ്ടാമത്തെ ഒരു കാര്യം, ഡിഗ്രി ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകളായിരിക്കണം. മൂന്നാമത്തെ ഒരു കാര്യം, ഇംഗ്ലീഷ് അത്യാവശ്യം നന്നായിട്ട് സംസാരിക്കാൻ അറിയണം. നാലാമത്തെ ഒരു കാര്യം, നിങ്ങൾക്ക് ടാർഗറ്റ് ബേസ്ഡ് ആയിട്ടുള്ള ജോലി ചെയ്തിട്ടുള്ള 1 വർഷത്തെ കുറയാത്തൊരു എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. അഞ്ചാമത്തെ ഒരു കാര്യം, നിങ്ങൾക്ക് 9 മണിക്കൂറായിരിക്കും ഡ്യൂട്ടി ടൈം എന്ന് പറയുന്നത്. ഈ ജോലിക്ക് നിങ്ങൾക്ക് സാലറി ആയിട്ട് പറയുന്നത് 3000 ദിറംസ് മുതൽക്ക് 4000 ദിറംസ് വരെയാണ്. പ്ലസ് നിങ്ങൾക്ക് കമ്മീഷൻ ഉണ്ടായിരിക്കും. നിങ്ങളുടെ ജോബിൻ്റെ ഒരു രീതി അനുസരിച്ചിട്ട് കമ്മീഷനും കൂടെ ഉണ്ടായിരിക്കും എന്നവർ പറയുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ജോലിയുടെ കൂടുതൽ കാര്യങ്ങൾ, അതായത് ആർക്കാണ് ഇതിന് മെയിൽ ചെയ്ത് കൊടുക്കേണ്ടത്, എങ്ങനെയാണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യേണ്ടത്, ആരെയാണ് വിളിക്കേണ്ടത് എന്നൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ എനിക്കിപ്പോൾ തന്നെ മല്ലു ഫ്രം സൗദി എന്നുള്ള ഇൻസ്റ്റാഗ്രാം പേജ് ഒന്ന് ഫോളോ ചെയ്ത ശേഷം മെസ്സേജ് അയച്ചോളൂ. ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അയച്ചു തരാം. ഓക്കെ, അപ്പോൾ ഇനി അടുത്തൊരു ജോബ് വേക്കൻസി ഏതാണെന്ന് നോക്കാം. അടുത്ത ജോബ് വേക്കൻസി റിപ്പോർട്ട് ചെയ്യുന്നത് UAE-യിലേക്കാണ്. UAE-യിലുള്ള ഒരു പ്രശസ്തമായിട്ടുള്ള ഹൈപ്പർ മാർക്കറ്റിലേക്ക് ടൈലറുടെ ജോബ് വേക്കൻസി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ജോലിക്ക് അവർ പറയുന്ന യോഗ്യതകൾ എന്ന് പറയുന്നത്, നിങ്ങളുടെ പ്രായപരിധി 40 വയസ്സിന് താഴെ ആയിരിക്കണം. അതോടൊപ്പം തന്നെ 2 വർഷത്തിൽ കുറയാത്തൊരു എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഗൾഫ് കൺട്രീസിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ ടൈലറായിട്ട് വർക്ക് ചെയ്തതിൻ്റെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് അവർ പറയുന്നത്. അപ്പോൾ ഞാൻ ഒന്നുകൂടെ പറയാണ്, UAE-യിലുള്ളൊരു പ്രശസ്തമായ ഹൈപ്പർ മാർക്കറ്റിലേക്ക് ടൈലർ എന്നുള്ളൊരു പോസ്റ്റിലേക്ക് അവർ ആളുകളെ എടുക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യുന്നതിന് യോഗ്യതകളായിട്ട് അവർ പറയുന്നത് പ്രായപരിധി 40 വയസ്സാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് 2 വർഷത്തിൽ കുറയാത്തൊരു എക്സ്പീരിയൻസ് GCC കൺട്രീസിലോ അതല്ലെങ്കിൽ ഇന്ത്യയിലോ വർക്ക് ചെയ്തിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. അപ്പോൾ ഇത് ആരെയാണ് വിളിക്കേണ്ടത്, എങ്ങനെയാണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യേണ്ടതെന്ന് അറിയണമെങ്കിൽ എനിക്ക് മെസ്സേജ് അയയ്ക്കുക. ഇൻസ്റ്റാഗ്രാം ഐഡിയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇനി അടുത്ത ജോബ് വേക്കൻസി ഏതാണെന്ന് നോക്കാം. അടുത്ത ജോബ് വേക്കൻസി റിപ്പോർട്ട് ചെയ്യുന്നത് UAE-യിൽ നിന്ന് തന്നെയാണ്. അതുപോലെ ഒരു ഹൈപ്പർ മാർക്കറ്റിലേക്ക് AC ടെക്നീഷ്യൻ്റെ ജോബ് വേക്കൻസി വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ജോലിക്ക് അപ്ലൈ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് വേണ്ട യോഗ്യതകൾ, നിങ്ങളുടെ പ്രായപരിധി 35 വയസ്സായിരിക്കണം. അതുപോലെ തന്നെ 2 വർഷത്തിൽ കുറയാത്തൊരു എക്സ്പീരിയൻസ് ഇന്ത്യയിലോ GCC കൺട്രീസിലോ AC ടെക്നീഷ്യനായിട്ട് വർക്ക് ചെയ്തതിൻ്റെ ഒരു എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. ഞാൻ ഒന്നുകൂടെ പറയാം, UAE-യിലുള്ള പ്രശസ്തമായിട്ടുള്ളൊരു ഹൈപ്പർ മാർക്കറ്റിലേക്ക് AC ടെക്നീഷ്യൻ്റെ വേക്കൻസി, അത് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രായപരിധി 35 വയസ്സിൽ കൂടാൻ പാടില്ല. അതോടൊപ്പം തന്നെ 2 വർഷത്തിൽ കുറയാത്തൊരു എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഇന്ത്യയിലോ GCC കൺട്രീസിലോ AC ടെക്നീഷ്യനായിട്ട് വർക്ക് ചെയ്തിട്ടുള്ളൊരു എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണമെന്നുള്ളത് നിർബന്ധമാണ്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് അറിയാനും എനിക്ക് മെസ്സേജ് അയയ്ക്കുക. ഇൻസ്റ്റാഗ്രാം ഐഡിയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്, അവിടെ നിന്ന് എടുക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ ഇന്ന് നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നിട്ടുള്ള ജോബ് വേക്കൻസികൾ, ഇൻ്റർവ്യൂ ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ എൻ്റെ ഈ വീഡിയോയ്ക്ക് ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ പുതിയ ആളുകളാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചാൽ ഞാൻ ചെയ്യുന്ന വീഡിയോകളൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരും. ഇൻ്റർവ്യൂ ഡീറ്റെയിൽസ്, അതുപോലെ തന്നെ ജോബ് വേക്കൻസികൾ, സൗദി ടിപ്സ്, ഇതൊക്കെയാണ് ഞാൻ ചെയ്യാറുള്ളത്. അതൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരും. അതോടൊപ്പം തന്നെ നിങ്ങളുടെ വർക്ക് എക്സ്പീരിയൻസ്, നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ, നിങ്ങൾ ആഗ്രഹിക്കുന്ന ജോലിയൊക്കെ ഒന്ന് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കുള്ള ജോലി നമുക്ക് ഒന്നിച്ച് തന്നെ എത്രയും പെട്ടെന്ന് കണ്ടുപിടിക്കാം. പുതിയ ആളുകളാണെന്നുണ്ടെങ്കിൽ ഇതിന് മുൻപ് ഞാൻ ചെയ്തിട്ടുള്ള ഒരു 4-5 വീഡിയോകളൊക്കെ ഒന്ന് കാണാൻ ശ്രമിക്കുക. നിങ്ങൾ ആഗ്രഹിക്കുന്ന ജോലി ചിലപ്പോൾ ഞാൻ അതിൽ പറഞ്ഞിട്ടുണ്ടാവാൻ ചാൻസ് ഉണ്ട്. എൻ്റെ ഈ ചാനലിലെ വീഡിയോകളൊക്കെ നിങ്ങളുടെ കൂട്ടുകാർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതിലും ബെറ്റർ ഒരു വീഡിയോയുമായിട്ട് കാണുന്നവരേക്കും സൈനിങ് ഓഫ് ദാസൻ.